ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിൻസ് ഫുഡ് കോർട്ട്. ഇന്ന് നമ്മൾ സ്പൈസിയും പുറം ക്രിസ്പിയുമായ ഒരു സ്നാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാൻ എടുക്കാം. അതിലേക്ക് കുക്കുംബറും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം. ഇതൊന്ന് വഴന്ന് വന്നാൽ മതി, വല്ലാതെ വേവിക്കേണ്ട. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ടേസ്റ്റിന് വേണ്ടി ഇത്തിരി കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഫ്രൈ ചെയ്ത ചിക്കൻ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലധികം മസാല പറ്റില്ല, ഡ്രൈ ചിക്കനാണ് നല്ലത്. ചിക്കനിൽ അധികം മസാല ഉണ്ടായാൽ ഫിൽ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ലോവിലാണ് ആക്കേണ്ടത്. 1/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ് കേട്ടോ, വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കൂട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റ് ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് പുഴുങ്ങിയ 4 മുട്ട ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മുട്ട ഒന്നുകൂടി ചെറുതാകും. മുട്ടയിലും ചിക്കനിലും നന്നായി മസാല പിടിക്കുവോളം കൂട്ടി നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാതും കൂട്ടി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. സ്വീറ്റ്സിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റാണ് ഞാൻ ഫിൽ ചെയ്യാൻ എടുക്കുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള ഷീറ്റാണിത്. ആദ്യം നമുക്ക് ഒരു ഷീറ്റ് എടുത്ത് വലിയൊരു പ്ലേറ്റിലോട്ട് വെക്കാം. അതിൻ്റെ ഒരു സൈഡിൽ ഒരു വലിയ സ്പൂൺ നിറയെ മസാല എടുത്ത് നമുക്ക് ഷീറ്റിൻ്റെ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് റോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഷീറ്റിൻ്റെ പകുതി ഭാഗം വരെ റോൾ ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി 2 എഡ്ജസും ഫോൾഡ് ചെയ്ത് ഒരുപോലെ വെക്കാം. ഇനി വീണ്ടും മുന്നിലോട്ട് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്ത് അറ്റത്തെത്തുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് മൈദ തേച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെ തന്നെ എല്ലാ റോളും ചെയ്തെടുക്കുക. അധികം മസാല നിറക്കാതെ മിനിമം എമൗണ്ടിൽ ഫിൽ ചെയ്താൽ നമുക്ക് ഓരോ റോളും പെർഫെക്റ്റായി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ 13 റോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചീനച്ചട്ടിയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോന്നും മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്യണം. അതിനുശേഷം ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് റോൾസ് ഇതിലേക്ക് മാറ്റാം. അങ്ങനെ 13 സ്പ്രിംഗ് റോൾ ഫ്രൈ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ എഗ് സ്പ്രിംഗ് റോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ നല്ല അടിപൊളി ഫില്ലിങ്ങും കൊടുക്കുന്നത് കൊണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ഷിൻസ് ഫുഡ് കോർട്ട്.